തോരനുള്ള അരപ്പിന് വേണ്ട സാധനങ്ങളാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്, ഞാനിവിടെ കാന്താരി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കെട്ട് പാലക്കിൻ്റെ ഇലയും തണ്ടും വേറെ വേറെ അരിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഒരു 1/2 കപ്പ് വൻപയർ ഞാനൊരു 6-7 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിനകത്തൊന്ന് ശകലം ഉപ്പൂടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ ഇങ്ങനെ ഞെക്ക് കൊള്ളുന്ന പരുവത്തിൽ വേകണം, ഇല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുന്നുണ്ടെങ്കിൽ ഹാർഡായി പോകും. പിന്നെ നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ അരപ്പും വേണം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. ഞാനിന്ന് തോരൻ ഉണ്ടാക്കുന്നത് എൻ്റെ മൺചട്ടിക്കകത്താണ്. ഇനി അതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി, ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചീരയും പാലക്കും ഒക്കെ പോലുള്ള ഇലവർഗ്ഗങ്ങൾ തോരൻ വെക്കുമ്പോൾ ആദ്യമേ അരപ്പിട്ടൊന്ന് അതിനകത്തെ മോയ്സ്ചറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഈ ഇലക്കകത്തും ഉണ്ടല്ലോ കുറേ വെള്ളത്തിൻ്റെ അംശം, അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇതിട്ട് ഈ അരപ്പിൻ്റെ അകത്തെ ആ മോയ്സ്ചറെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇനി ഈ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിന് മാത്രമുള്ള ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിൻ്റെ അകത്തെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അരപ്പ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ തണ്ട് അരിഞ്ഞു വെച്ചിട്ടില്ലേ, ഇപ്പോൾ എനിക്കിന്ന് കിട്ടിയ പാലക്കിന് തണ്ടൊക്കെ തീരെ കുറവാണ്. ചിലപ്പം കിട്ടുന്നതിന് ഒത്തിരി തണ്ട് കാണും. ആ തണ്ടൂടെ ഇതിനകത്ത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഈ അരപ്പുമായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി ഇതിലോട്ട് നമുക്ക് പാലക്കിൻ്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് ഇലകൾ തോരൻ വെക്കുമ്പോഴും ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇലകളിലുള്ള വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് ഒത്തിരി കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഇതെല്ലാം ഒന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി തുറന്ന് വെച്ചേ വേവിക്കാവുള്ളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള തോരനായിട്ട് കിട്ടും. നമ്മളിതിങ്ങനെ വെക്കുന്ന ഉടനെ തീ ഇച്ചിരി കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അതുണ്ടോ, നമ്മളിങ്ങനെ കൂട്ടി വെച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടോ. ഇനി ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇപ്പം നോക്കിയാൽ അതിൻ്റെ സൈഡിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം, നല്ലതായിട്ട് വെള്ളം ഒന്ന് വറ്റി കിട്ടാനായിട്ട്. ഇതിങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടിട്ട് നമ്മളങ്ങ് കളഞ്ഞിട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്നുകൂടെ സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കണം. അതിൻ്റെ അകത്ത് എന്നാലേ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടുകയുള്ളൂ. ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പം കണ്ട അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, ഇല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് പിന്നെയും കൂടുതൽ കുഴഞ്ഞു പോകും. ഇപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാൻ പോവാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലുള്ള നല്ല റെസിപ്പീസ് കുറേ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് പോയി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ അറിയിക്കുകയും വേണം. അടുത്ത ആഴ്ച മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.